നമസ്കാരം. എല്ലാവരും ഓണത്തിന്റെ തിരക്കിലായിരിക്കുമല്ലോ അല്ലേ? ഇതുവരെ നമ്മൾ ഇട്ട വീഡിയോസിന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓണസദ്യയിലെ അടുത്ത വിഭവം ഇന്ന് നമുക്ക് പരിചയപ്പെടുത്തുന്നത് ആരാണെന്ന് നോക്കാം. വരും. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഓം ന്യൂസിലൻഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ട്രഷററായ ശ്രീജിത്ത് ഏട്ടന്റെയും പ്രിയ ചേച്ചിയുടെയും വീട്ടിലോട്ടാണ്. നമുക്ക് ആദ്യം പ്രിയ ചേച്ചിയെ പരിചയപ്പെടാം. നമസ്കാരം പ്രിയ ചേച്ചി. നമസ്കാരം. എങ്ങനെയുണ്ട്? സുഖമായിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. സോ നാട്ടിലെവിടെയാണ്? എത്രയായി ന്യൂസിലൻഡിൽ വന്നിട്ട്? നാട്ടില് ഞങ്ങള് തിരുവനന്തപുരമാണ്. ഇവിടെ വന്നിട്ട് ഇപ്പോ 3 കൊല്ലം ആവണു. ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് ഓണപരിപാടികൾ? അപ്പൊ കഴിഞ്ഞ വർഷവും ഒക്കെ എന്തൊക്കെയായിരുന്നു പരിപാടികൾ? ഇവിടെ വന്നിട്ട് നമ്മുടെ മെയിൻ ഓണത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓം ന്യൂസിലൻഡിന്റെ കൂടെയുള്ള ഓണാഘോഷമാണ്. അതിപ്പോ 30-ാം തീയതി വരികയാണല്ലോ. അപ്പോ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇത് മെയിൻ ഹൈലൈറ്റ്. അപ്പം 29-ാം തീയതി നമ്മളെല്ലാരും ചേർന്ന് ഇപ്പൊ ലൈക്ക് ഫ്രണ്ട്സ് ടേൺ ഫാമിലി ആണല്ലോ. എല്ലാരും കൂടെ ചേർന്ന് കറിക്കരിയ മള് പരിപാടികളുടെ റിഹേഴ്സല്, ഡെക്കറേഷൻസ്, പൂവിടല് അതൊക്കെ നടക്കും. അപ്പം എന്നിട്ട് അടുത്ത ദിവസം എല്ലാവരും സദ്യ ഉണ്ടാക്കല്, പിന്നെ അന്നത്തെ പ്രോഗ്രാംസ്, അതൊക്കെ തന്നെയാണ് ഇവിടെ വന്നതിന് ശേഷമുള്ള ഓണത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ ഫാമിലിയുടെ കൂടെ നമ്മൾ ഒരുമിച്ച് സദ്യ വീട്ടിലാവുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലോസ് ഫാമിലി മെമ്പേഴ്സ് ആണ് ഉണ്ടാവുക. ഇവിടെ ആവുമ്പോ ഒരുപാട് പേരാകുമ്പോ കുറച്ചും കൂടെ ഒരു വലുതായി സെലിബ്രേറ്റ് ചെയ്യണ ഒരു ഫീല് വരും. അതെ അതെ. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഏത് വിഭവമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് എരിശ്ശേരി, നമ്മുടെ മത്തങ്ങ എരിശ്ശേരിയാണ്. സദ്യയില് അവിയലിന് മുമ്പായിട്ട് വിളമ്പണ പ്രധാനപ്പെട്ട ഒരു വിഭവം മത്തങ്ങ എരിശ്ശേരിയാണ് ഇന്ന് ഉണ്ടാക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് അതിലോട്ട് കടന്നാലോ? പിന്നെന്താ. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ പരിചയപ്പെടാം. മത്തങ്ങ നമ്മൾ ഒരു വലിയ കഷ്ണം മത്തങ്ങ, ഉള്ളിലത്തെ അരിയെല്ലാം കളഞ്ഞിട്ട് തൊലിയും കളഞ്ഞ് ക്യൂബ്സ് ആക്കി അരിഞ്ഞതാണ്. വൻപയർ തലേ ദിവസം ഒരു 6 മണിക്കൂറെങ്കിലും കുതിർത്തി വെക്കണം. പിന്നെ ഉഴുന്ന്, വറ്റൽമുളക്, കടുക്, ഇത് താളിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, നല്ല ജീരകമാണ്, പെരുംജീരകം അല്ല. ഇത്രയാണ് നമുക്ക് വേണ്ടത്. നമുക്കെന്നാ തുടങ്ങിയാലോ? അപ്പൊ ആദ്യം നമുക്ക് കഷ്ണം വേവിക്കാനുള്ള സാധനങ്ങൾ വെക്കാം. ആദ്യം മത്തങ്ങയും നമ്മുടെ വൻപയറും, ഞാൻ രണ്ടും കൂടെ ഒരുമിച്ചാണ് വേവിക്കാറ്. വൻപയറും മത്തങ്ങയും കുക്കറിലിട്ട് ഉപ്പിട്ട് വേവിക്കും അല്ലേ? ഞാൻ നേരത്തെ സാധനങ്ങളുടെ ഇതിൽ ഉപ്പ് പറയാൻ മറന്നുപോയി. നമുക്ക് നമ്മുടെ ഇതുപോലെ ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ വെള്ളം, അത് ഒരുപാട് വെള്ളം വേണ്ട. അപ്പൊ അതൊന്ന് മത്തങ്ങ ഒന്ന് ഇതൊക്കെ ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം. മൂടി നിൽക്കൊന്നും വേണ്ട. ഇല്ല, ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമുക്കിത് നമ്മൾ കുറച്ച് കട്ടിയായിട്ടിരിക്കുന്ന കറിയാണല്ലോ. പിന്നെ മഞ്ഞപ്പൊടിയൊക്കെ കുറച്ച് മഞ്ഞപ്പൊടി. സാധാരണ മുളക് പൊടിയോ പച്ചമുളകോ എരിവിന് വേണ്ടി ഇടാറുണ്ട്. പക്ഷെ എനിക്ക് നമ്മുടെ വറ്റൽമുളകിന്റെ എരിവ് മുന്നോട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ ഞാൻ അതുകൊണ്ട് അധികം വേറെ മുളക് പൊടിയൊന്നും ഇടാറില്ല. കുക്കർ അടച്ച് ഇട്ട് വെക്കുക. സാധാരണ ഒരു ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിലും പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 2 വിസിലും മതിയാവും. വേവണം, ഒരുപാട് വെന്തുടയരുത്, പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് വേവണം, അത്ര മതി. നമുക്കിത് റെഡി ആവുമ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം. തേങ്ങയും മഞ്ഞപ്പൊടിയും ജീരകവും കൂടി ഇട്ടിട്ടാണ് അരക്കേണ്ടത്. നല്ല ജീരകം. അതെ. ഇത് നമ്മുടെ വേവിച്ച കഷ്ണങ്ങളാണ്, മത്തങ്ങയും വൻപയറും. ഞാൻ അരപ്പ് ചേർക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതാണ്. ഇതാണ് നമ്മുടെ അരപ്പ്. ഇത് തേങ്ങയും മഞ്ഞപ്പൊടിയും ജീരകവും കൂടെ ചേർത്തിട്ട് അരച്ചതാണ്. അധികം വെള്ളം ഇല്ലാതെയാണ് അരയ്ക്കുക, കാരണം നമ്മുടെ കഷ്ണം വേവിച്ചതിൽ അതിൽ വെള്ളം ഉണ്ടാവും. അപ്പൊ ആ വെള്ളം മതി. നമുക്കിനി അരപ്പ് ചേർക്കാം. മൊത്തം ഇട്ടോളൂ. ഇട്ടിട്ട് അത് ഒന്ന് നന്നായിട്ട് യോജിപ്പിട്ടിട്ട് ആ തേങ്ങയുടെയും മഞ്ഞപ്പൊടിയുടെ ഒക്കെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ചൂടാവണം. അത് ചൂടാവുമ്പോഴേക്കും നമുക്ക് വറവിനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. ഇത് അടച്ചു വെക്കുന്നു വേണ്ടല്ലോ, ഓൾറെഡി വെന്തതുകൊണ്ട്. വേണ്ട, അങ്ങനെ വെച്ചാൽ
ചെറിയ തീയിലിട്ടൊന്ന് ചൂടായാൽ മതി. അപ്പൊ നമുക്ക് അതിന്റെ കൂടെ തന്നെ താളിക്കാനുള്ള സാധനങ്ങൾ ചെയ്യാം. വീട്ടിൽ വിളിക്കുമ്പോൾ പറയും മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കിയത് ഞാൻ. ഓക്കെ, അപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം? ഇല്ല, ഇടയ്ക്കൊന്ന് ഇളക്കിയാൽ മതി. ഓക്കെ. നമ്മുടെ വെളിച്ചെണ്ണ ഇപ്പൊ തണുപ്പായതുകൊണ്ട് നല്ലതായിട്ട് കട്ടിയായിട്ടിരിക്കുകയാണ്. അപ്പൊ അത് കുറച്ച് സമയം എടുക്കും അതൊന്ന് ശരിയായി വരാൻ. എന്നിട്ട് നമ്മൾ ഇതിൽ ഇപ്പൊ ജസ്റ്റ് ഇത് ജസ്റ്റ് ആഡ് ചെയ്യുന്നിട്ട് അത്ര കടുക് വറുക്കുക. കടുക് വറുത്ത് ഉഴുന്നൊന്ന് ഫ്രൈ ആവണം. ഫ്രൈ ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഈ തേങ്ങ ഇടും. തേങ്ങ ഒന്ന് ഒരു ചെറിയ ബ്രൗൺ കളറായി വന്നിട്ട് അപ്പോഴേക്കും നമ്മൾ ഇത് ഓഫ് ചെയ്ത് അരപ്പിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ. ഇതിലിപ്പോ ലൈക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഓലന്റെ പോലെയൊക്കെ ഉണ്ടല്ലോ. ഓലന്റെ പോലെ ഉണ്ട്, പക്ഷെ ഓലൻ മൊത്തത്തിലെ വേറൊരു സാധനമാണ്. നമ്മൾ മത്തങ്ങയും വൻപയറുണ്ട്, പക്ഷെ നമ്മൾ അതില് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് എടുക്കുള്ളൂ. വേറെ വറവും ഒന്നുമില്ല. പച്ചമുളക് ഇട്ട് വേവിച്ചിട്ട് പിന്നെ തേങ്ങാപ്പാല്, അത്രേ ഉള്ളൂ. ഓല അതിലിങ്ങനെ ലൈക്ക് അരച്ച് ചേർക്കൊന്നുമില്ല. തേങ്ങാപ്പാലാണ്. നമുക്ക് എണ്ണ ചൂടായും തോന്നുന്നുണ്ട്. കടുകിടാം. ഇതിങ്ങനെ തിളച്ചോണ്ടിരിക്കണം അല്ലെ കുറച്ച്? അതോ കുറയ്ക്കണോ? അത് സിമ്മാക്കണോ? സിമ്മിലാണ്. ചെറുത് ചൂടായാൽ മതി. തിളച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്കിനി അരപ്പ് ചേർക്കേണ്ട കാര്യമുള്ളൂ. നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഉഴുന്നിടുകയാണ്. ഉഴുന്നും നമ്മളിങ്ങനെ എന്നിട്ടത് ഇളക്കിക്കൊണ്ടിരിക്കണം. അതൊന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആവണം. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതില് കറിവേപ്പില ഇടില്ല? കറിവേപ്പില ഇടാറുണ്ട്. ഇപ്പൊ എനിക്ക് ഇന്ന് കറിവേപ്പില കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. നമുക്ക് ഇവിടെ ന്യൂസിലൻഡില് കറിവേപ്പില എപ്പോഴും എല്ലായിടത്തും കിട്ടില്ലല്ലോ. ഇപ്പൊ ഇത് തീ ചെറുതാക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ചേച്ചി ഇതൊക്കെ എപ്പോഴും ഉണ്ടാക്കാൻ പഠിച്ചേ? കല്യാണത്തിന് ശേഷമാണോ അതോ മുന്നേ പഠിച്ചിരുന്നത്? മുന്നേ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പൂനെയിലായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഇങ്ങനെ എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കി ശീലിച്ചു തുടങ്ങിയത്. സദ്യയൊക്കെ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കും? സദ്യയായിട്ടൊന്നും അപ്പൊ ഉണ്ടാക്കാറില്ല, പക്ഷെ ഈ ഓരോ ദിവസം ഇതുപോലെ ഓരോ സാധനങ്ങളായിട്ട് ഉണ്ടാക്കും. അപ്പൊ ഈ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണും യൂട്യൂബും ഒന്നുമില്ലാതെ അപ്പൊ ഞാന് വീട്ടിലേക്ക് ഇപ്പൊ നമുക്ക് അറിയാത്ത സാധനമാണെങ്കിൽ വീട്ടിൽ വിളിച്ച് ചോദിക്കും. വീട്ടിൽ വിളിച്ച് ചോദിച്ചിട്ടാണ് ഉണ്ടാക്കുക. കുക്കിംഗ് ഒക്കെ ഇഷ്ടമാണല്ലേ പൊതുവെ? ഇഷ്ടമാണ്. ഇത് ഉഴുന്ന് ഒന്ന് ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കും. തേങ്ങ ഇട്ടിട്ട് തേങ്ങയും അത് നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഒരുപോലെ വറവ് വരില്ല. ചിലയിടത്ത് ഇളക്കാതിരുന്നു കഴിഞ്ഞാൽ ചില ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പൊ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരുപോലെ ബ്രൗൺ ആയി വരുള്ളൂ. ഇതിന്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടം. എനിക്കും ഈ കടുക് വറുത്ത് വരുന്ന ആ മുളകിന്റെയും ആ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ എപ്പോഴും കടുക് വറക്കുമ്പോൾ സാധാരണ എല്ലാരും ഇടണതിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ കടുകും മുളകും ഇടാറുണ്ട്. അപ്പൊ ഞാൻ മുളക് പൊടി അതിനനുസരിച്ച് കുറയ്ക്കും, എരിവ് ഒരുപാട് ആവാതിരിക്കാനായിട്ട്. പിന്നെ ഈ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്മെല്ല്, നല്ല സ്മെല്ലാണ്. എന്നിട്ട് നമ്മളിത് ജസ്റ്റ് ഇതിലോട്ട് ഇട്ടിട്ട് പറഞ്ഞു വരുമ്പോ കൊറേയൊക്കെ സിമ്പിളാണ്. നമ്മളിതിങ്ങനെ സദ്യ കൊറേ ഉണ്ട് ചെയ്യാൻ, അങ്ങനെ ഒരു ഇത്. ഒരുപാട് വിഭവങ്ങളുണ്ട്, പക്ഷെ എല്ലാം ഉണ്ടാക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. എളുപ്പം ഉണ്ടാക്കാവുന്നതാണ് ഓരോന്നും. ഹർഷയ്ക്ക് ഇങ്ങനെ കുക്കിംഗ് ഒക്കെ ഇഷ്ടമാണോ? അല്ല, അതുകൊണ്ടാണ് എന്റെ ഹസ്ബൻഡ് പറഞ്ഞു പോയി പഠിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാൻ പഠിക്കുന്നത്. ഞാന് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല സദ്യ. ഒന്നാമത് സദ്യയുടെ അങ്ങനെ ഓരോ പല പല ഡിഷുകൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. ഞാനിപ്പോ ഏകദേശം കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സദ്യ എല്ലാ വിഭവങ്ങളും കൂടി കഴിക്കാൻ തന്നെ പഠിച്ചത്. അതുവരെ ഞാൻ അവസാനം വരെ വെയിറ്റ് ചെയ്യും, ഇങ്ങനെ മോര് വരട്ടെ, മോര് കൂട്ടിയിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ എനിക്ക് ചോറ്. സദ്യയുടെ വിഭവങ്ങളും ഇപ്പൊ കേരളത്തില് ഓരോ ഭാഗങ്ങളിലും വ്യത്യാസമാണല്ലോ. വിളമ്പുന്ന രീതിയും ഒക്കെ വ്യത്യാസമാണല്ലോ. അതെ. എനിക്ക്
പൊതുവെ ഞാൻ വേറെ സ്ഥലത്തൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് പൊതുവെ സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിഭവങ്ങൾ ഇല്ലാത്തത് പോലെ തോന്നുന്നു. കാരണം ഞാൻ ഒന്നും കഴിക്കില്ല. ഞാൻ ആകെ മോരും പിന്നെ എന്താ വെച്ചാ മാങ്ങാച്ചാറാണെങ്കിൽ മാങ്ങാച്ചാറും കൂടെ കഴിക്കും. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോൾ എന്നെ പഠിപ്പിച്ചു ഇങ്ങനെയൊക്കെ കഴിക്കണം, ഇതൊക്കെ കൂട്ടി ഓരോന്നിന്റെ ടേസ്റ്റ് അറിഞ്ഞ് കഴിക്കാൻ പഠിപ്പിച്ച. ഞങ്ങൾക്ക് തിരുവനന്തപുരം ഭാഗത്തൊക്കെ വിളമ്പുന്ന രീതിയൊക്കെ വളരെ പ്രധാനമാണ്. ഓരോ കറിക്കും ഓരോ സ്ഥാനമുണ്ട്. അപ്പൊ വിളമ്പുമ്പം ആ ഇതില് അങ്ങനെ തന്നെ വിളമ്പണം, അങ്ങനെയൊക്കെയാണ്. ഞാൻ കഴിഞ്ഞ വർഷത്തെ ഹോമിന്റെ ഓണം പരിപാടിയുടെ സദ്യ ഞാൻ ന്യൂസിലൻഡിൽ വന്നിട്ട് ആദ്യമായിട്ട് അങ്ങനെ കൂടുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇങ്ങനെയൊക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോഴാണ് ഞാൻ ഓരോ ഡിഷും ഇങ്ങനെ എടുത്തെടുത്ത് കഴിച്ച് ഇങ്ങനെ ടേസ്റ്റ് നോക്കി കഴിക്കുന്നത്. നല്ല സദ്യയായിരുന്നു കഴിഞ്ഞ വർഷത്തെ. നല്ല പരിപാടിയും ഒക്കെ നല്ല. ഓമിന്റെ സദ്യ എപ്പോഴും എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിയുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞ വർഷം? ഡാൻസ് ഉണ്ട്. ഇത്തവണയും ഞങ്ങൾ ഇത്തവണ കുറച്ച് നേരത്തെ തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും പോലെ അവസാനം നമ്മൾ ഒരുപാട് ധൃതി പിടിക്കണ്ടല്ലോ, ഇപ്പോഴേ തുടങ്ങിയ സമാധാനമായിട്ട് ചെയ്യാലോ എന്ന് കരുതിയിട്ട്. കൊള്ളാം. ഏകദേശം ഒരു ബ്രൗൺ ആവുന്നുണ്ട് തോന്നുന്നു. ആയി വരുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടെ നമ്മുടെ ഈ സൈഡിലൊക്കെ അല്ലേ. തീയലിന്റെ അത്രയും വറക്കണ്ട, പക്ഷെ കുറച്ചും കൂടി ഒന്ന് ബ്രൗൺ ആവണം. നിങ്ങളുടെ ഡാൻസ് ഒക്കെ എന്തായി? നിങ്ങൾ ഇത്തവണ ഇനി ഓണത്തിന്റെ പരിപാടി ഉണ്ടോ? പരിപാടികൾ ഇങ്ങനെ ഓരോന്ന് വരുന്നുണ്ട്. ഞങ്ങൾ ഓരോന്നും പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഓമിന്റെ കളിക്കാനുള്ള ഒരു അവസരം കിട്ടുമോ എന്നറിയില്ല, നോക്കാം. ഇത് ഒരുവിധം ആവാറായിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്നുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം, മിക്സ് ചെയ്യാം. ചേച്ചി എത്ര കാലമായി ഡാൻസ് ഒക്കെ പഠിക്കാൻ തുടങ്ങി? കുറേ ആയോ? ഡാൻസ് ഞാൻ ചെറുപ്പത്തിലെ ഒരു 4-5 വയസ്സ് തൊട്ടിട്ട് പഠിച്ചു തുടങ്ങിയതാണ്. ഇപ്പോഴും പഠിക്കുന്നുണ്ടല്ലേ ഡാൻസ്? അത് കഴിഞ്ഞ് പിന്നെ കോളേജ് വരെയൊക്കെ എപ്പോഴും ചെയ്യുമായിരുന്നു. പിന്നെ ജോലിയൊക്കെ ആയതിനു ശേഷം ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ന്യൂസിലൻഡിൽ വന്നതിന് ശേഷമാണ് വീണ്ടും തുടങ്ങിയത്. ഞാനും കുറെ കാലം ഡാൻസ് ഒക്കെ പഠിച്ചു പിന്നെ ആയില്ലേ. ഉറപ്പായിട്ടുണ്ട്. നമുക്കിനി ഇത് ഇതിലേക്ക് ചേർക്കാം. ജസ്റ്റ് ഇങ്ങനെ അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. ഇളക്കലും ഒരു കലയാണ് എന്ന് കേട്ടിട്ടില്ലേ? അതെ, അടി ചേർത്ത് ഇളക്കണം. ഒരുപോലെ എല്ലായിടവും ഇളകി വരണം. ഇത്രേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാറായിട്ടുണ്ട്. അപ്പൊ നമുക്ക് കഴിക്കാം. ഇപ്പൊ നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. ടേസ്റ്റ് ചെയ്യുന്നോ? എന്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകുന്ന മത്തങ്ങ എരിശ്ശേരിയാണ് കേട്ടോ. വാവ്, കൊള്ളാം, ഒരു രക്ഷയില്ല. ഞാനിനി എന്തായാലും സദ്യക്ക് എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകും. അപ്പൊ ഉണ്ടാക്കാൻ പഠിച്ചല്ലോ, പിന്നെ ഉണ്ടാക്കാൻ പഠിച്ചു. എനിക്ക് ഉണ്ടാക്കാൻ ചെയ്യാം. ഞാൻ ഉണ്ടാക്കാനും പഠിച്ചു, എനിക്ക് ഇഷ്ടമാവും ചെയ്തു. നന്നായിട്ട്. സോ ഡിഷ് സൂപ്പർ ആയിട്ടുണ്ട് ചേച്ചി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എന്താ ഒരുപാട് നന്ദി ചേച്ചി ഇത് ഉണ്ടാക്കി തന്നതിനും ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നതിനും. അപ്പൊ ചേച്ചിക്ക് നല്ലൊരു ഓണം ഞാൻ ആശംസിക്കുന്നു. എനിക്കും ഇപ്പൊ എന്റെ രീതിയിൽ ഇത് എരിശ്ശേരി എങ്ങനെയാ ഉണ്ടാക്കേണ്ടതെന്ന് അന്ന് കാണിക്കാൻ പറ്റിയതിൽ എനിക്കും ഒരുപാട് സന്തോഷം. അപ്പോ എല്ലാവർക്കും ഞങ്ങളുടെയും ഓം ന്യൂസിലൻഡിന്റെയും വക ഓണാശംസകൾ.